കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനാഭാഗം ഉൽപ്പത്തി 46, 47 അധ്യായങ്ങളാണ്. ഉൽപ്പത്തി 46 അധ്യായത്തിൽ യോസേഫ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞ യാക്കോബ് തൻ്റെ മുഴുവൻ കുടുംബത്തോടുമൊപ്പം മിസ്രൈമിലേക്ക് യാത്ര തിരിക്കുന്നു. വഴിയിൽ അവൻ ബേർഷേബയിൽ ദൈവത്തിന് യാഗം അർപ്പിക്കുന്നു. ദൈവം ദർശനത്തിൽ അവനോട് ഭയപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞ് മിസ്രൈമിലേക്ക് പോകാൻ ഉറപ്പ് നൽകുന്നു. അവിടെ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. യാക്കോബിൻ്റെ കുടുംബാംഗങ്ങളുടെ പട്ടിക ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മിസ്രൈമിലെത്തുമ്പോൾ യോസേഫും യാക്കോബും വികാരപൂർണമായി സംഗമിക്കുന്നു. യോസേഫ് അവരെ ഗോശേൻ ദേശത്ത് താമസിപ്പിക്കുവാൻ ഒരുക്കം ചെയ്യുന്നു. ഈ അധ്യായം ജീവിതത്തിലെ മാറ്റങ്ങളിൽ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം കാണിക്കുന്നു. യാക്കോബ് തൻ്റെ യാത്രയ്ക്ക് മുമ്പ് ദൈവത്തെ അന്വേഷിക്കുന്നു. ദൈവത്തിൻ്റെ ഉറപ്പ് അവൻ്റെ ഭയത്തെ നീക്കുന്നു. ഓർക്കുക, അനിശ്ചിതത്വമുള്ള യാത്ര പോലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അനുസരണം വിശ്വാസം ആവശ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നതല്ല. ഇന്നത്തെ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. അവിടെ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം നാം തേടണം. ഭാവി വ്യക്തമല്ലെങ്കിലും ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു. വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. കുടുംബവും വിശ്വാസവും പ്രധാനമാണ്. ദൈവത്തോടൊപ്പം മുന്നേറുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കും. ഉൽപ്പത്തി 47 യോസേഫ് തൻ്റെ സഹോദരന്മാരെയും പിതാവിനെയും ഫറവോൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഫറവോൻ അവരെ ഗോശേൻ ദേശത്ത് താമസിക്കാൻ അനുവദിക്കുന്നു. യാക്കോബ് ഫറവോനെ അനുഗ്രഹിക്കുന്നു. ക്ഷാമം ശക്തമാകുമ്പോൾ യോസേഫ് ധാന്യം വിതരണം ചെയ്യുകയും ജനങ്ങളുടെ പണവും മൃഗങ്ങളും ഭൂമിയും ഫറവോന് സ്വന്തമാക്കുകയും ചെയ്യുന്നു. അവൻ അവരുടെ വിളവിൻ്റെ ഒരു പങ്ക് ഫറവോന് നൽകാൻ സമ്മതിക്കുന്നു. യാക്കോബ് 17 വർഷം മിസ്രൈമിൽ ജീവിക്കുന്നു. തൻ്റെ മരണത്തിന് മുമ്പ് അവനെ കനാനിൽ അടക്കം ചെയ്യണമെന്ന് യോസേഫിനോട് ആവശ്യപ്പെടുന്നു. ഈ അധ്യായം ദൈവത്തിൻ്റെ പരിചരണവും ജ്ഞാനവും നമ്മെ കാണിക്കുന്നു. യോസേഫ് ദൈവം ഉപയോഗിച്ച ഒരു നേതാവാണ്. ദൈവജനങ്ങൾ എവിടെയായാലും ആത്മീയ സ്വാധീനം ചെലുത്തും. അന്യദേശത്തായാലും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വാസം നിലനിർത്തണം. യാക്കോബിൻ്റെ അഭ്യർത്ഥന അവൻ്റെ വിശ്വാസത്തെ കാണിക്കുന്നു. ദൈവം ഇപ്പോഴത്തെ ആവശ്യങ്ങളും ഭാവി പദ്ധതികളും നിറവേറ്റുന്നു എന്ന് ഈ അധ്യായത്തിലൂടെ നമ്മെ കാണിച്ചു തരുന്നു. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ ജ്ഞാനത്തോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം നൽകുന്ന അനുഗ്രഹം ശരിയായി വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. നാം എവിടെയായാലും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണമെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. ഭാവിയെക്കുറിച്ച് ആലോചിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും വേണം. വിശ്വാസം ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളെയും നയിക്കണം. ജീവിതത്തിലെ പ്രധാന മാറ്റങ്ങളിൽ ഞാൻ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടി അവൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കുകയാണോ? ഈ ചിന്തകളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.